വഴിവിട്ട സൗഹൃദങ്ങൾ പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാണ് കലാശിക്കുന്നത്. കണ്ണൂരിൽ ഭർത്തൃമതിയായ യുവതിയെ ആൺസുഹൃത്ത് തീ കൊളുത്തിക്കൊന്നതിന് പിന്നിലും ഇത്തരമൊരു അടുപ്പമായിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉരുവച്ചാൽ സ്വദേശി അജീഷിന്റെ ഭാര്യ പ്രവീണയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഇവരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ പ്രതി ജിജേഷും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. പ്രവീണ മരിച്ചതോടെ ഇയാൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ജിജേഷിന്റെ വീട് കുട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് 2 കിലോമീറ്റർ അകലെ പെരുവളത്തുപറമ്പിലും. ഇരുവരും പഠിച്ചത് ഒരേ സ്കൂളിൽ. ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിവില്ല. എന്നാൽ ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചതിന്റെ പ്രതികാരമായാണ് തീ കൊളുത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ലഭ്യമായ പ്രാഥമിക വിവരം. ജിജേഷ് അവിവാഹിതനാണ്. 39-കാരിയായ പ്രവീണയുടെ ഭർത്താവ് അജീഷ് വിദേശത്താണ്. കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിലെത്തിയാണ് ജിജേഷ് ആക്രമണം നടത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആക്രമണം. നിലവിളി കേട്ടതും തീയും പുകയും കണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓടിയെത്തിയപ്പോൾ പ്രവീണയും ജിജേഷും തീപ്പൊള്ളലേറ്റ് പിടയുന്നതാണ് കണ്ടത്. ഇരുവരെയും ഉടൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് പ്രവീണ മരിച്ചത്. വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീട്ടിലെത്തിയത്. തുടർന്ന് വീടിന് പിറകുവശത്തുണ്ടായിരുന്ന പ്രവീണയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഈ സമയം അജീഷിന്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു. ജിജേഷിന്റെ അരയ്ക്ക് താഴെയാണ് കൂടുതലായി പൊള്ളലേറ്റത്. ഇയാളും അപകടനില തരണം ചെയ്തിട്ടില്ല. ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ജിജേഷ് മുൻപേറെക്കാലം തെങ്ങ് ചെത്ത് തൊഴിലാളിയായിരുന്നു. ഇതിനു മുമ്പ് ഇയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി നാട്ടുകാർക്ക് അറിയില്ല. ഇരുവരും പരിചയക്കാരാണെന്നും വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ.